ഏപ്രിൽ 8 മുതൽ 11 വരെ കോതമംഗലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാനതല കേരളോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് നഗരസഭാ തലത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. നഗരസഭാ ഓഫീസിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർമാൻ കെ ടോമി ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം MA കോളേജിൽ വെച്ച് കായിക മത്സരങ്ങളും മറ്റ് സ്കൂളുകളിലടക്കം വിവിധ വേദികളിൽ വെച്ച് കലാമത്സരങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. 8, 9, 10, 11 4 ദിവസക്കാലമാണ് ഈ മേള നമ്മളിവിടെ നടത്തുന്നത്. 8-ാം തീയതി നൗഷാദ് സൂചിപ്പിച്ച പോലെ വലിയ ഘോഷയാത്രയോടുകൂടി അത് 3 മണിക്ക് തന്നെ ആരംഭിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലാവസ്ഥയെല്ലാം നമുക്കറിയാം, മിക്ക ദിവസവും ഉച്ച കഴിഞ്ഞാൽ മഴയാണ്. അതുകൊണ്ട് പരമാവധി നേരത്തെ തന്നെ ഈ നമ്മുടെ വിവിധ സാംസ്കാരിക പരിപാടികൾ കൂടി വേണം നമ്മൾ ഈ നമ്മുടെ പ്രകടനം ഇവിടെ സംഘടിപ്പിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം കിട്ടിയാലാണ് നമുക്ക് കോതമംഗലത്തിന് എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കപ്പെടാൻ പാകത്തിനുള്ള ഒരു യുവജനോത്സവം നടത്തി അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. നഗരസഭാ ചെയർമാൻ കെ ടോമി ചെയർമാനായും നഗരസഭാ സെക്രട്ടറി സി ശ്രീജിത്ത് കൺവീനറായുമുള്ള 251-അംഗ ജനറൽ കമ്മിറ്റിയെയും 101-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. യുവജനങ്ങളുടെ കലാകായിക സർഗശേഷികൾ മാറ്റുരയ്ക്കാൻ അവസരം നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. കേരളീയ യുവത്വത്തിന്റെ കലാകായിക മേളയായ കേരളോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ ഏപ്രിൽ 8, 9, 10, 11 തീയതികളിലായാണ് കോതമംഗലത്ത് നടക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ നൌഷാദ്, കെ വി തോമസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് AG ജോർജ്, യുവജനക്ഷേമ ബോർഡ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ പ്രജീഷ, AT പൗലോസ്, VT ഹരിഹരൻ, ഹാരി ബെന്നി, ഫാദർ ബെന്നി വർഗീസ്, ക്ലീൻ സിറ്റി മാനേജർ NS ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.